1876 ഇവിടെ വന്ന പത്രോസ് പാത്രിയാർക്കീസിന് ഇവിടുത്തെ സ്വത്ത് മുഴുവനും തന്റെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പുലിക്കോട്ടിൽ അച്ചാമൻ തിരുമേനി അതിന് സാധിക്കയില്ല എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞതിന്റെ പേരിൽ 6 പേരെ കൂടെ വാഴിച്ചു ബലഹീനമാക്കാൻ നോക്കി. പത്രോസ് പാത്രികീസ വന്നിട്ട് ഒന്നിൽ കൂടുതൽ മെത്രാന്മാരെ വാഴിച്ചു ഭദ്രാസനങ്ങളെ തിരിച്ചു. ആ ഭദ്രാസനങ്ങളെ തിരിച്ചതിന് 150 വർഷമാണ്. ആ 150 വർഷം നീയൊക്കെ നിന്ന് ആഘോഷിക്കല്ലേടാ അലക്സേ. സഭയുടെ ആധുനിക കാലത്തെ എല്ലാ വളർച്ചയ്ക്കും മുഖാന്തരമായിരിക്കുന്നതാണ് ആ മുളന്തിരുത്ത് സുന്നഹദോസ് എന്ന് പറയുന്നത്. നിനക്ക് നാണമില്ല? നീ ഈ പ്രസംഗം പോഷി നീ വിളിച്ച് മത്തായിയോട് ചോദിക്കണം, എന്തിനാണ് പത്രോസ് പാത്രികീസ വന്ന് ചെയ്ത ആ കാര്യം തെറ്റാണെങ്കിൽ അതിന്റെ 150 വാർഷികത്തിന് നമ്മൾ ആഘോഷിക്കുന്നേ. അമ്മ ബലാത്സംഗം ചെയ്തതിന്റെ വാർഷികാരിലും ആഘോഷിക്കുവാടാ അലക്സേ. അതാണ് ആ ദീർഘദർശനത്തിന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സഭയുടെ ക്രമീകൃതമായിരിക്കുന്ന പുരോഗതിക്ക് കാരണമായി തീർന്നതുമാണ്. ഇവിടെ വന്ന പത്രോസ് പാത്രിയാർക്കീസിന് ഇവിടുത്തെ സ്വത്ത് മുഴുവനും തന്റെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പുലിക്കോട്ടിൽ അച്ചാമൻ തിരുമേനി അതിന് സാധിക്കയില്ല എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞതിന്റെ പേരിൽ 6 പേരെ കൂടെ വാഴിച്ചു ബലഹീനമാക്കാൻ നോക്കി. ഈ ശുഭക്കോനായിട്ട് നീ ഇത്ര വൃത്തിയായിട്ട വീഡിയോ അല്ലേ ഇട്ടത്? നിന്നോട് 2 വർത്താനം പറഞ്ഞില്ലെങ്കിൽ ശുഭക്കോന ശരിയാകത്തില്ല. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പരമാധ്യക്ഷന്റെ ഒരു പ്രസംഗം ഞാൻ ഈ ശുഭക്കോനയുടെ അന്ന് രാവിലെ ഞാൻ കാണുന്ന ഇതാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ശുഭക്കോനെ ആശംസിക്കാൻ വേണ്ടിയാ, നമുക്ക് കേൾക്കാവേ. മാധ്യമങ്ങളും അതുപോലെ തന്നെ പല ആളുകളും തെറ്റിദ്ധരിച്ച്, പല സഭാ നേതാക്കന്മാരും തെറ്റിദ്ധരിച്ച് പറയുന്നതാണ് ഇത് സ്വത്തിന്റെ വഴക്കാണ്. ഇതിട്ടിരിക്കുന്ന അലക്സ് മാത്യു എന്ന് പറഞ്ഞ് ഒരാളാണ്. അത് നിങ്ങൾക്ക് താഴെ കാണാൻ ഇട്ടിരിക്കുന്നത്. പുള്ളി വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ഈ വീഡിയോ ക്ലിപ്പൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വളരെ മനോഹരമാക്കിയൊക്കെ ഇടുകയാണ്. ഈ ശുഭക്കോന ആയിക്കൊണ്ട് പുള്ളി ഇട്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഓർക്കാണ് എന്ത് മഹാനായ ഒരു മനുഷ്യനാണ്. അപ്പൊ ഇത് നിങ്ങൾ നോക്ക്. ഇദ്ദേഹം പറയുകയാണ്, ബാക്കി കേൾക്കാം കേട്ടോ. ഈ മലങ്കരയിലെ കേസ് എന്താണ്? വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങൾ ഓർക്കണം. നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ സ്വത്തിന്റെ വഴക്ക് ആരുണ്ടാക്കി? 1876 ഇവിടെ വന്ന പത്രോസ് പാത്രിയാർക്കീസിന് ഇവിടുത്തെ സ്വത്ത് മുഴുവനും തന്റെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പുലിക്കോട്ടിൽ അച്ചാമൻ തിരുമേനി അതിന് സാധിക്കയില്ല എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞതിന്റെ പേരിൽ 6 പേരെ കൂടെ വാഴിച്ചു ബലഹീനമാക്കാൻ നോക്കി. അന്ന് തുടങ്ങിയതാണ് സ്വത്തിന്റെ തർക്കം. ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല. മലങ്കര സഭയുടെ സ്വത്ത് മലങ്കര സഭയുടേതാണ്. അത് വേറൊരാളിന് കൊടുക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് 1876 അദ്ദേഹം നടത്തിയതുപോലെ തന്നെ 1910 ഇവിടെ വന്ന അബ്ദുള്ള പാത്രിയാർക്കീസ് ബാവായും ചെയ്തത് എന്താണ്? വട്ടശ്ശേരി തിരുമേനിയോട് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കറിയാം ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന്. സ്ത്രീയെ നീ പറയുന്നത് എന്താണ്, നിനക്ക് തിരിയുന്നില്ലെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്ത് വലിയ മണ്ടത്തരമാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഈ പത്രോസ് പാത്രിയാർക്കീസ് ബാവ പറഞ്ഞതല്ലേ ഇപ്പൊ താങ്കൾ ദേവലോകത്തിരുന്ന് നടത്തുന്നേ. ഉള്ള പള്ളിക്കാരുടെ മുഴുവൻ സ്വത്തുക്കൾ നിങ്ങൾ എഴുതി മേടിക്കല്ലേ. എന്നാൽ അപ്പുറത്ത് പത്രോസ് പാത്രിയാർക്കീസ് ബാവയുടെ സഭ നോക്ക്, യാക്കോബായ സുറിയാനി സഭ. അവിടെ ഈ ഇടവകയിലുള്ളവർക്ക് തങ്ങളുടെ സ്വത്ത് പാത്രിയാർക്കീസ് ബാവ പിടിച്ചുകൊണ്ട് പോയത് എന്തെങ്കിലും പരാതി ഉണ്ടോ? മനസ്സിലായി നിങ്ങൾക്ക്? ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിൽ നിൽക്കുന്ന ഓരോ പുങ്കവന്മാരും ചിന്തിക്കണം. ഈ പോസ്റ്റ് അലക്സ് എന്ന് പറയുന്ന മരമണ്ടൻ ചിന്തിക്കണം. എടാ അലക്സേ, നിന്റെ സഭയിലല്ലേ ഈ പ്രശ്നമുള്ളത്? നിന്റെ സഭയിലല്ലേ അവിടെയുള്ള ആളുകളുടെ കൗപീനം വരെ കാതോലിക്കോറ്റിന് അടിയറ വെച്ചിരിക്കുന്ന അവിടെയല്ലേ യാക്കോബായ സഭയിൽ ഈ പ്രശ്നമുണ്ടോ? ഇപ്പൊ പത്രോസ് പാത്രികീസ വന്നിട്ട് ഒന്നിൽ കൂടുതൽ മെത്രാന്മാരെ വാഴിച്ചു ഭദ്രാസനങ്ങളെ തിരിച്ചു. ആ ഭദ്രാസനങ്ങളെ തിരിച്ചതിന് 150 വർഷമാണ്. ആ 150 വർഷം നീയൊക്കെ നിന്ന് ആഘോഷിക്കല്ലേടാ അലക്സേ. നിനക്ക് നാണമില്ല? നീ ഈ പ്രസംഗം പോഷി നീ വിളിച്ച് മത്തായിയോട് ചോദിക്കണം, എന്തിനാണ് പത്രോസ് പാത്രികീസ വന്ന് ചെയ്ത ആ കാര്യം തെറ്റാണെങ്കിൽ അതിന്റെ 150 വാർഷികത്തിന് നമ്മൾ ആഘോഷിക്കുന്നേ. അമ്മ ബലാത്സംഗം ചെയ്തതിന്റെ വാർഷികാരിലും ആഘോഷിക്കുവാടാ അലക്സേ. നീയൊക്കെ അതല്ലേ ചെയ്യുന്നേ. ഈ ശുഭക്കോനായിട്ട് നീ ഇത്ര വൃത്തിയായിട്ട വീഡിയോ അല്ലേ ഇട്ടത്? നിന്നോട് 2 വർത്താനം പറഞ്ഞില്ലെങ്കിൽ ശുഭക്കോന ശരിയാകത്തില്ല. സ്വത്തിന്റെ വഴക്കാണ്. വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങൾ ഓർക്കണം. നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ സ്വത്തിന്റെ വഴക്ക് ആരുണ്ടാക്കി? 1876 ഇവിടെ വന്ന പത്രോസ് പാത്രിയാർക്കീസിന് ഇവിടുത്തെ സ്വത്ത് മുഴുവനും തന്റെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പുലിക്കോട്ടിൽ അച്ചാമൻ തിരുമേനി അതിന് സാധിക്കയില്ല എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞതിന്റെ പേരിൽ 6 പേരെ കൂടെ വാഴിച്ചു ബലഹീനമാക്കാൻ നോക്കി. 1876 ജൂൺ മാസം 28 മുതൽ 30 വരെ മുളന്തിരുത്തിയിൽ സുന്നഹദോസ് കൂടുന്നു. പുലിക്കോട്ടിൽ ജോസഫ് ദീപജ്ഞാസൂസ് തിരുമേനി, അഞ്ചാമൻ തിരുമേനി കൽപ്പനകൾ അയച്ച് എല്ലാ പള്ളികളിൽ നിന്നും പ്രതികളെ വിളിച്ചു വരുത്തി. ആ സുന്നഹദോസിൽ അധ്യക്ഷം വഹിച്ചത് പരിശുദ്ധ അന്ത്യോക്യ പാത്രികീസായിരുന്ന പത്രോസ് തൃതീയനാണ്.
അവിടെ വെച്ചാണ് സഭയുടെ ഭരണക്രമീകരണത്തിന് ഏക മെത്രാനും ഏക സഭയുമായി നിന്നത് വിവിധ ഭദ്രാസനങ്ങളായി വിഭജിക്കാനും ഓരോ ഭദ്രാസനത്തിനു വേണ്ടി ഓരോ മെത്രാന്മാരെ ചുമതലപ്പെടുത്തുവാനുള്ള തീരുമാനം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് സഭയ്ക്ക് 7 ഭദ്രാസനങ്ങൾ ഉണ്ടാവുകയും സഭയ്ക്ക് ഒരു സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ എല്ലാ പള്ളി പ്രതിനിധികളെയും വൈദികരെയും മലങ്കര മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിൽ കൂടുവാനുള്ള തീരുമാനം ഉണ്ടാകുന്നത്. അങ്ങനെ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് അതുമാത്രമല്ല ആ അസോസിയേഷനോടൊപ്പം തന്നെ ഭരണപരമായ കാര്യങ്ങൾ വിപുലമായ ഭദ്രാസനങ്ങളിൽ നിന്ന് പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സഭ മാനേജിംഗ് കമ്മിറ്റി രൂപപ്പെടുത്തുകയാണ് ഉണ്ടായത്. അന്നു മുതൽ ഈ ഭരണ സംവിധാനം നമുക്ക് തുടർന്ന് വരുന്നു. സഭ എങ്ങനെയാണ് അതിൻ്റെ ആദിമ നൂറ്റാണ്ടിലെ ഭരണക്രമങ്ങൾ മുന്നോട്ട് നടത്തേണ്ടത് എന്ന് സഭയ്ക്ക് നല്ല ഒരു ദിശാബോധം രൂപപ്പെടുത്താനായിട്ട് കണ്ടനാട് പടിയോലയിൽ ആരംഭിച്ച ശ്രമം 1873 കൂടി 1876 സഫലമായി എന്നുള്ളതാണ് നാം കാണുന്നത്. എങ്ങനെ നിനക്ക് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ലെന്ന്. സ്വത്തിന്റെ വഴക്കാണ്. വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങൾ ഓർക്കണം. നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ സ്വത്തിന്റെ വഴക്ക് ആരുണ്ടാക്കി? 1876 ഇവിടെ വന്ന പത്രോസ് പാത്തിരർ കേസിന് ഇവിടുത്തെ സ്വത്ത് മുഴുവനും തന്റെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പുലിക്കോട്ടിൽ അച്ചാമൻ തിരുമേനി അതിന് സാധിക്കയില്ല എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞതിന്റെ പേരിൽ 6 പേരെ കൂടെ വാഴിച്ചു ബലഹീനമാക്കാൻ നോക്കി. 7 ഭദ്രാസനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അന്ന് ഏക മെത്രാനായിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് ജീവൻ നാസോസിനോടൊപ്പം 6 പേരെ കൂടെ മെത്രാന്മാരായി വാഴിക്കാനുണ്ടായത്. അങ്ങനെ 7 ഭദ്രാസനങ്ങളോടുകൂടെ സഭയുടെ സുസ്ഥിരമായ ഭരണക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സഭയുടെ ആദ്യകാലങ്ങളിൽ മാർത്തോമാ ശ്ലീഹായുടെ കാലം മുതൽ മാർത്തോമായുടെ മാർഗം എന്നതായ ജീവിതശൈലിയും ആരാധനാശൈലിയും കോർത്തിണക്കി പള്ളിയോഗങ്ങളിൽ കൂടി ആദ്യകാലം മുതൽ നടന്നു വന്നതായ ഭരണ സംവിധാനത്തെ ക്രമീകൃതമായ രീതിയിലേക്ക് ആക്കി തീർക്കുന്നതിന് മുഖ്യമായ പങ്ക് വഹിച്ച ഒരു സമ്മേളനമാണ് മുളന്തുരുത്തി സുന്നഹദോസ് എന്ന് പറയുന്നത്. എന്തുവാ വാസുണ്ണ ഇതൊക്കെ? അന്ന് തുടങ്ങിയതാണ് സ്വത്തിന്റെ തർക്കം. ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല. മലങ്കര സഭയുടെ സ്വത്ത് മലങ്കര സഭയുടേതാണ്. അത് വേറൊരാളിന് കൊടുക്കാൻ സാധിക്കില്ല. അതോടുകൂടി ക്രമീകൃതമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന് 1876 തുടക്കം വെച്ചത് 1912 കാതോലിക്കേറ്റായി പരിണാമം സിദ്ധിച്ചത് 1934 അതിൻ്റെ പൂർണ്ണതയിലെത്തുകയാണ്. അതാണ് ആ ദീർഘദർശനത്തിൻ്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. എങ്ങനെ? അതാണ് ആ ദീർഘദർശനത്തിൻ്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. കൊടുക്കട്ടെ സാറേ. ഇന്ന് സഭ മുഴുവനും ആ തരത്തിലുള്ളതായ ഒരു പ്രവർത്തന ശൈലി രൂപപ്പെടുത്തിയതുകൊണ്ട് ഇന്ന് മലങ്കര സഭയിൽ 7 ഭദ്രാസനമല്ല 32 ഭദ്രാസനങ്ങളാണ് ഉള്ളത്. 1876 ഇവിടെ വന്ന പത്രോസ് പാത്തിരർ കേസിന് ഇവിടുത്തെ സ്വത്ത് മുഴുവനും തന്റെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പുലിക്കോട്ടിൽ അച്ചാമൻ തിരുമേനി അതിന് സാധിക്കയില്ല എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞതിന്റെ പേരിൽ 6 പേരെ കൂടെ വാഴിച്ചു ബലഹീനമാക്കാൻ നോക്കി. എന്നിട്ട് ഈ 32 ഭദ്രാസനങ്ങളിലും അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി എന്നുള്ളതിൻ്റെ ഛായയിൽ തന്നെ ഭദ്രാസന കൗൺസിലും അതുപോലെ തന്നെ ഭദ്രാസന അസംബ്ലിയുമുണ്ട്. ഇതെല്ലാം മുളന്തുരുത്തി സുന്നഹദോസിൻ്റെ ആ ഛായയിൽ തന്നെ ഭദ്രാസനങ്ങളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കീഴ്ഘടകങ്ങളായിട്ട് വെച്ചിരിക്കുന്നതാണ്. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി നാടകത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. 1876 ഇവിടെ വന്ന പത്രോസ് പാത്തിരർ കേസിന് ഇവിടുത്തെ സ്വത്ത് മുഴുവനും തന്റെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പുലിക്കോട്ടിൽ അച്ചാമൻ തിരുമേനി അതിന് സാധിക്കയില്ല എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞതിന്റെ പേരിൽ 6 പേരെ കൂടെ വാഴിച്ചു ബലഹീനമാക്കാൻ നോക്കി. അപ്പോൾ അങ്ങനെ ഭദ്രാസനങ്ങളിലും അതോടൊപ്പം തന്നെ ഇടവകളിൽ പണ്ടത്തെ പള്ളിയോഗങ്ങൾ പോലെ തന്നെ ഇടവക മാനേജിംഗ് കമ്മിറ്റിയും ഇടവകയിലെ പൊതുയോഗവും വികാരിയുടെ നേതൃത്വത്തിൽ കൂടുന്ന സംവിധാനവും ഇതെല്ലാം ഒരേ ചരടിൽ കോർത്തിണക്കുന്നതായ ഭരണ സംവിധാനത്തിന്റെ ക്രമീകരണങ്ങളാണ്. ഒരുമാതിരി പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി എൻ്റെ അടുത്ത് കാണിക്കരുത്. തൽക്കാലം പല തന്തയുണ്ടെന്ന് വിചാരിച്ചേക്കാം. സഭയുടെ ആധുനിക കാലത്തെ എല്ലാ വളർച്ചയ്ക്കും മുഖാന്തരമായിരിക്കുന്നതാണ് ആ മുളന്തുരുത്തി സുന്നഹദോസ് എന്ന് പറയുന്നത്. കുറച്ച് നേരത്തെ പറഞ്ഞ 1876 ഇവിടെ വന്ന പത്രോസ് പാത്തിരർ കേസിന് ഇവിടുത്തെ സ്വത്ത് മുഴുവനും തന്റെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പുലിക്കോട്ടിൽ അച്ചാമൻ തിരുമേനി അതിന് സാധിക്കയില്ല എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞതിന്റെ പേരിൽ 6 പേരെ കൂടെ വാഴിച്ചു ബലഹീനമാക്കാൻ നോക്കി. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എനിക്ക്
എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ സഭയുടെ ക്രമീകൃതമായിരിക്കുന്ന പുരോഗതിക്ക് കാരണമായി തീർന്നതുമാണ്. ഇയാളല്ലോ പറഞ്ഞത്. 1876 ഇവിടെ വന്ന പത്രോസ് പാത്രിയർക്കീസിന് ഇവിടുത്തെ സ്വത്ത് മുഴുവനും തന്റെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പുലിക്കോട്ടിൽ അഞ്ചാമൻ തിരുമേനി അതിന് സാധിക്കയില്ല എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞതിന്റെ പേരിൽ 6 പേരെ കൂടെ വാഴിച്ചു ബലഹീനമാക്കാൻ നോക്കി. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. സഭയുടെ ആധുനിക കാലത്തെ എല്ലാ വളർച്ചയ്ക്കും മുഖാന്തരമായിരിക്കുന്നതാണ് ആ മുളന്തിരുത്ത് സുന്നഹദോസ് എന്ന് പറയുന്നത്. എന്റെ ജീവിതത്തില് ഇത്രയും വാക്ക് പാലിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇയാൾ മനുഷ്യനല്ല, വേറെ വേണ്ട. 1876 ഇവിടെ വന്ന പത്രോസ് പാത്രിയർക്കീസിന് ഇവിടുത്തെ സ്വത്ത് മുഴുവനും തന്റെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പുലിക്കോട്ടിൽ അഞ്ചാമൻ തിരുമേനി അതിന് സാധിക്കയില്ല എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞതിന്റെ പേരിൽ 6 പേരെ കൂടെ വാഴിച്ചു ബലഹീനമാക്കാൻ നോക്കി. തനിക്ക് നാണമില്ലേണോ? ഇല്ല. അത് തന്നെ. അന്ത്യോക്യൻ പാത്രിയർക്കീസ് ആയിരുന്ന പത്രോസ് തൃതീയൻ പാത്രിയർക്കീസിന്റെ മലങ്കര സന്ദർശനവും അനുബന്ധ സംഭവ വികാസങ്ങളും എപ്പോഴും നിലയ്ക്കാത്ത വിവാദങ്ങളും വിമർശനങ്ങളും വിളിച്ചു വരുത്തുന്ന ഒന്നാണ്. നമ്മൾ ഇന്നും അതിലൂടെ സഞ്ചരിക്കാതെ ഇന്ന് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. പത്രോസ് പാത്രിയർക്കീസ് ബാവയുടെ മലങ്കര സന്ദർശനത്തെ തുടർന്ന് അന്ന് ഒരു മെത്രാപ്പോലിത്ത മാത്രം, പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യോസ് മാത്രം 3 ലക്ഷത്തിലധികം വരുന്ന സുറിയാനി ക്രിസ്ത്യാനികളെ ഭരിച്ചു മേയിച്ചുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം കാര്യക്ഷമമായി ഭരിക്കുവാൻ കഴിയും എന്ന് നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തുക. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളോ വാർത്താവിനിമയ ഉപാധികളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയേറെ ജനങ്ങളെ ഫലപ്രദമായി ഭരിക്കുവാനോ മേയിക്കുവാനോ ഒന്നും അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ ആട്ടിൻകൂട്ടം ചിന്നിയവരും ചിതറിയവരുമായി കാണപ്പെട്ടു എന്ന് തിരുവെഴുത്തിൽ പറയുന്നത് പോലെ മലങ്കരയിലെ ഇടവകയെ കണ്ട് പത്രോസ് പാത്രിയർക്കീസ് ബാവ സമഗ്രമായ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തു. അങ്ങനെയാണ് മുളന്തുരുത്തിയിൽ പള്ളി പ്രതിപുരുഷ യോഗം വിളിച്ച് കൂട്ടുകയും അപ്പൊ അതിനെയാണ് മുളന്തുരുത്തി സുന്നഹദോസ് എന്ന് വിളിക്കുന്ന 1876. ഈ സുന്നഹദോസ് എന്ന് പറയുമ്പോൾ അതിൽ അൽമായ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. ഇന്ന് ഇപ്പോ സുന്നഹദോസ് എന്ന് പറഞ്ഞാൽ മെത്രാന്മാർ മാത്രം പങ്കെടുക്കുന്ന ഒന്നായി മാറി. സുന്നഹദോസ് കൂടുക എന്ന് പറഞ്ഞാൽ മെത്രാന്മാർ കൂടുക. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലൊക്കെ വളരെ മൃഗീയമായ പൈശാചികമായ ഒരു കൂട്ടമായി മെത്രാൻ സമിതിയുടെ കൂട്ടം മാറിക്കഴിഞ്ഞു. പക്ഷെ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ അങ്ങനെയല്ല. സുന്നഹദോസിൽ എല്ലാ കാലത്തും അൽമായ പ്രതിനിധികൾക്ക് ക്ഷണമുണ്ട്, പങ്കാളിത്തമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. വിശേഷിച്ച് 1930 മത്തായി ദേറായിൽ, മൂസലിലെ മത്തായി ദേറായിൽ നടന്ന സുന്നഹദോസിൽ ധാരാളം അൽമായ പ്രതിനിധികളെ അവർ ഉൾപ്പെടുത്തിയിരുന്നു. അതേ തുടർന്ന് സുറിയാനി സഭയിൽ വലിയൊരു റിനൈസൻസ്, വലിയൊരു നവോത്ഥാനം ഉണ്ടായി. സുറിയാനി സഭയുടെ നവോത്ഥാന കാലമാണ്. വലിയ ഉണർവ് എല്ലാ മേഖലയിലും, ലിറ്റർജിയുടെ പരിഭാഷയിൽ, ലിറ്റർജി പ്രിന്റ് ചെയ്യുന്നതിൽ, അതിനാവശ്യമായ പ്രിന്റിംഗ് പ്രസ് സ്ഥാപിക്കുന്നതിൽ, അങ്ങനെ സർവ്വ മേഖലകളിലും സുറിയാനി സഭയ്ക്ക് ഒരു നവോന്മേഷം കൈവന്ന കാലഘട്ടമാണ്. മലങ്കരയിലും സമാനമായ അന്തരീക്ഷമാണുള്ളത്. പത്രോസ് പാത്രിയർക്കീസ് ബാവ മുളന്തുരുത്തിയിൽ സുന്നഹദോസ് 1876 കൂടുമ്പോൾ മലങ്കര സഭയിൽ 6 പുതിയ മെത്രാന്മാരെ വാഴിച്ചു. അതിനെക്കുറിച്ചാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടവർ ഇന്നും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നായിരുന്ന സഭയെ പത്രോസ് പാത്രിയർക്കീസ് ബാവ വന്ന് ഭിന്നിപ്പിച്ചു. ജോസഫ് മാർ ദിവന്നാസ്യോസിന്റെ അധികാരങ്ങൾ കവർന്നെടുത്തു. ജോസഫ് മാർ ദിവന്നാസ്യോസ് ശ്രമിച്ചിട്ട് നവീകരണക്കാരിൽ നിന്ന് മലങ്കര സഭയെ വിമോചിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ചാത്തുരുത്തിയിൽ ഗീവറഗീസ് റമ്പാച്ചൻ പത്രോസ് തൃതീയ പാത്രിയർക്കീസ് ബാവയ്ക്ക് കത്തിലൂടെ അപേക്ഷ അയച്ചിട്ടാണ് പത്രോസ് പാത്രിയർക്കീസ് ബാവ മലങ്കര സന്ദർശിക്കുന്നത്. അത് മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പത്രോസ് പാത്രിയർക്കീസ് ബാവ വന്നപ്പോൾ മുതൽ ഏറ്റവും ഉത്സാഹത്തിൽ മുന്നിൽ നിന്നത് ഈ ചാത്തുരുത്തി റമ്പാച്ചനാണ്. അദ്ദേഹത്തെയാണ് പിന്നീട് ചാത്തുരുത്തിൽ ഗീവറഗീസ് തിരുമേനി അഥവാ പരിമല തിരുമേനി എന്നറിയപ്പെടുന്ന ആ തിരുമേനിയെ പത്രോസ് പാത്രിയർക്കീസ് ബാവ വാഴിക്കുന്നത്. പത്രോസ് പാത്രിയർക്കീസ് ബാവ 6 മെത്രാന്മാരെയാണ് വാഴിച്ചത്. 6 മെത്രാന്മാരുടെയും വാഴ്ച കാനോനികമല്ലായിരുന്നു എന്ന് വട്ടശ്ശേരി ഗീവറഗീസ് കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്. അന്നും ഇന്നും എന്നും ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ പരാതിയും അവരുടെ ആരോപണവും
പത്രോസ് പാത്രിർക്കീസ് ബാബ അകാനോനികമായി മലങ്കരയിൽ വാഴ്ച നടത്തിയെന്നാണ്. അപ്പൊ അകാനോനികമായി വാഴിച്ചു എന്ന് കോടതിയിൽ സാക്ഷ്യം പറഞ്ഞ ആ 6 മെത്രാന്മാരിൽപ്പെട്ട ഒരു മെത്രാന്റെ പേരിലാണ് ഇന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം ഏറ്റവും കൂടുതൽ പണം പരുമല പള്ളിയിലൂടെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നോട്ട് എ പോയിന്റ്, ഞാൻ അടിയിലൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോഴും അതിനാണ് പരാതി പറയുന്നത്. 1877 പത്രോസ് പാത്രിർക്കീസ് ബാവ തിരികെ പോയി. പത്രോസ് പാത്രിർക്കീസ് ബാവ മലങ്കരയിൽ വാഴിച്ച 6 മെത്രാന്മാര്, 1 കോനാട്ട് ഗീവറീസ് മാർ യൂലിയോസ്, 2 കരോട്ട് വീട്ടിൽ ശെമോൻ മാർ ദിവന്നാസ്യോസ്, 3 അമ്പാട്ട് വീട്ടിൽ ഗീവറീസ് മാർ കൂറിലോസ്, പിന്നെ ഉള്ളത് കടവിൽ പൗലുസ് മാർ അത്താനാസിയോസ്, പിന്നെ ചാതുരുത്തി ഗീവറീസ് മാർ ഗ്രീഗോറിയോസ്, അത് പരുമല തിരുമേനി, പിന്നെ ഉള്ളത് മുറിമറ്റത്തിൽ പൗലുസ് മാർ ഇവാനിയോസ്. മുറിമറ്റത്തിൽ ഇവാനിയോസ് തിരുമേനി പിന്നീട് സഭാചരിത്രത്തിൽ വരുന്നുണ്ട്. ഇങ്ങനെ 6 മെത്രാന്മാര് വാഴിച്ച ജോസഫ് മാർ ദിവന്നാസ്യോസ് തിരുമേനിയും ഈ 6 മെത്രാന്മാരും. ഇതില് ഈ 6 മെത്രാന്മാരെ മലങ്കരയിൽ വെച്ച് വാഴിച്ച 6 മെത്രാന്മാരിൽ കോനാട്ട് മെത്രാച്ചനും കരോട്ട് വീട്ടിൽ മെത്രാച്ചനും അമ്പാട്ട് മെത്രാച്ചനും 1884, 886, 891 എന്നീ വർഷങ്ങളിൽ കാലം ചെയ്തു. പിന്നെ അവശേഷിച്ചത് 3 മെത്രാച്ചന്മാരാണ്. അതൊന്ന് കടവിൽ തിരുമേനി, പരുമല തിരുമേനി, മുറിമറ്റത്തിൽ തിരുമേനി. ഈ 3 പേര് അവശേഷിച്ചു. 3 പേരും പിന്നെ ദിവന്നാസ്യോസ്, ജോസഫ് മാർ ദിവന്നാസ്യോസ്, അദ്ദേഹവും അവശേഷിച്ചു. ഇങ്ങനെ 4 മെത്രാന്മാരാണുള്ളത്. 1895 നവംബർ 25 പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യോസിന്റെ അധ്യക്ഷതയിൽ കോട്ടയം പഴയ സെമിനാരിയിൽ യോഗം ചേർന്നു. ഈ യോഗത്തിൽ മുറിമറ്റത്തിൽ ഇവാനിയോസ് തിരുമേനി, ചാതുരുത്തിൽ ഗ്രിഗോറിയോസ് തിരുമേനി ഒക്കെ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ മലങ്കര സഭയിൽ ഇപ്പൊ 3 മെത്രാന്മാര് കാലം ചെയ്തു. ഇപ്പൊ എത്ര മെത്രാന്മാർ അവശേഷിക്കുന്നുണ്ട്? പത്രോസ് പാത്രിർക്കീസ് ബാവ വാഴിച്ച 3 പേരും ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ജോസഫ് മാർ ദിവന്നാസ്യോസ് 4 പേരുണ്ട്. അപ്പോൾ കോട്ടയത്ത് കൂടിയ യോഗത്തിൽ ഇവർ പറയുകയാണ് 3 മെത്രാന്മാരുടെ ഒഴിവ് വന്നിരിക്കുന്നു, അടിയന്തരമായി നമുക്ക് മെത്രാന്മാരെ വാഴിക്കണം. എന്തിനാണ്? ഈ 6 മെത്രാന്മാരെ വാഴിച്ചത് വലിയ ദ്രോഹമാണെന്ന് പറഞ്ഞ അതേ ആളുകളാണ് കോട്ടയത്ത് യോഗം കൂടിയിട്ട് 3 പേര് കാലം ചെയ്ത് നമുക്ക് ആ 3 സ്ഥാനത്തേക്ക് നമുക്ക് ആള് വേണം എന്നവർ പറയുകയാണ്. ഞാനിതിൻ്റെ ഒരു പശ്ചാത്തലമാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദീർഘവീക്ഷണത്തോടെ പത്രോസ് പാത്രിർക്കീസ് ബാവ ചെയ്ത കാര്യം ശരിയായിരുന്നു എന്ന് മാത്രമല്ല, വളരെ അത്യന്താപേക്ഷിതമായിരുന്നു എന്നും ഈ തീരുമാനം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ പാലക്കുന്നത്തും മെത്രാന്റെ ഒക്കെ കാലത്ത് നവീകരണ വിഭാഗക്കാർ വരികയും മലങ്കര സഭയുടെ സ്വത്തുക്കൾ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തപ്പോൾ എന്തിനാണ് മലങ്കര സഭയിലുള്ളവർ പ്രതിഷേധിച്ചത്? എന്തിനാണ് മലങ്കരയിലുള്ളവർ പ്രതികരിച്ചത്? എന്തിനാണ് മലങ്കരയിലുള്ളവർ വേദനിച്ചത്? ഇവിടെയുള്ള മലയാളികൾ തന്നെയല്ലേ ആ സ്വത്തുക്കളും പള്ളികളും കൈകാര്യം ചെയ്യുന്നത്? അല്ല, സത്യവിശ്വാസത്തിൽ നിലനിൽക്കാൻ വേണ്ടി. അപ്പോൾ സത്യവിശ്വാസത്തെ നിഷേധിച്ചുകൊണ്ട് പാശ്ചാത്യവൽക്കരണം അല്ലെ ആംഗ്ലിക്കൻ വൽക്കരണം മലങ്കര സഭയിൽ വന്നപ്പോഴാണ് മാർത്തോമാ സഭ ഉണ്ടാകുന്നത്. അപ്പോൾ സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരുടെ കൈകളിലേക്ക് മലങ്കര സഭയുടെ സ്വത്തുക്കളും പള്ളികളും പോകുന്നു എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴാണ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അന്ത്യോക്യയിലേക്ക് കത്തയക്കുന്നത്. ആ കത്ത് കിട്ടിയ അന്ത്യോക്യൻ പാത്രിയർക്കീസ് പത്രോസ് മൂന്നാമൻ പാത്രിയർക്കീസ് ബാവ, അദ്ദേഹം അവിടുത്തെ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളെ, തുർക്കിയിലെ സാഹചര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് തുർക്കി സുൽത്താനിൽ നിന്ന് പ്രത്യേക യാത്രാനുമതി നേടി അദ്ദേഹം വളരെ ക്ലേശകരവും ദീർഘവുമായ യാത്ര ഇംഗ്ലണ്ടിലേക്ക് നടത്തി. ഇംഗ്ലണ്ടിൽ ചെന്ന് മാസങ്ങളോളം കാത്തിരുന്ന് വിക്ടോറിയ മഹാരാജ്ഞിയെ മുഖം കാണിച്ച് കേരളത്തിലെ തന്റെ സഭയെ സഹായിക്കണമെന്ന് പറഞ്ഞ് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നൊരു കൽപ്പന സമ്പാദിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും കപ്പൽ കയറി കേരളത്തിൽ വന്ന് ഇവിടുത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികളെയും തിരുവിതാംകൂർ മഹാരാജാവിനെയും
മുഖം കാണിച്ച് അവർക്ക് ഈ കൽപ്പന കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തി മലങ്കര സഭയുടെ സ്വത്തുക്കൾ മലങ്കര സഭയ്ക്ക് തിരികെ കിട്ടുവാനുള്ള ഏർപ്പാടുകൾ ചെയ്ത ആ പത്രോസ് പാത്രിയർക്കീസ് ബാവയാണ് കേരളത്തിൽ അല്ലെങ്കിൽ മലങ്കരയിൽ ഭദ്രാസനങ്ങൾ തിരിച്ചതും ഭദ്രാസനങ്ങൾക്ക് മെത്രാപ്പോലിത്താമാരെ നിയമിച്ചതും. അതിനെപ്പറ്റി ഇന്ത്യൻ ഓർത്തഡോക്സ് മാധ്യമ തൊഴിലാളികൾ പറഞ്ഞു വരുത്തുന്നത് എന്താണ്? മലങ്കര സഭയെ പത്രോസ് പാത്രിയർക്കീസ് ബാവ വിഭജിച്ചു, വിഘടിപ്പിച്ചു, എന്നിട്ടിപ്പോ നിങ്ങൾക്ക് എന്താ ഭദ്രാസനങ്ങളില്ലേ? അപ്പൊ ക്രമീകൃതമായ സിസ്റ്റമാറ്റിക്കായ ഒരു ഭരണ സംവിധാനവും സഭാ സംവിധാനവും മുളന്തുരുത്തി സുന്നതദോസിൽ മലങ്കര സഭയ്ക്ക് പ്രദാനം ചെയ്ത ആധുനിക മലങ്കര സഭയുടെ ശില്പി എന്നോ പിതാവെന്നോ ഉള്ള വിളിപ്പേരിന് അർഹനും യോഗ്യനുമായ പാത്രിയർക്കീസ് ആണ് പത്രോസ് പാത്രിയർക്കീസ്. അദ്ദേഹം വാഴിച്ച ഒരു മെത്രാപ്പോലിത്തയാണ് ചാത്തുരുത്തി കൊച്ചു തിരുമേനി എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ വിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനി. പരിമല തിരുമേനി എന്ന് പറയുന്ന തിരുമേനിയെ തന്നെ മലങ്കര സഭയ്ക്ക് നൽകിയത് ആ പാത്രിയർക്കീസ് ബാവയാണ്. അദ്ദേഹത്തെയാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഊഴം വെച്ച് സമൂഹ മാധ്യമത്തിൽ പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, തലമറന്ന് എണ്ണ തേക്കുക എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ പത്രോസ് പാത്രിയർക്കീസ് ബാവയാണ് പറഞ്ഞ് മലങ്കര സഭയിലെ ഇടവക പള്ളികളുടെ അതിന്റെ സ്വത്തുക്കളൊക്കെ ഈ മലങ്കര സഭയുടെ സ്വത്തുക്കൾ പാത്രിയർക്കീസിന്റെ പേരിൽ എഴുതി വെക്കാൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇത് വിറ്റിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനല്ല, മറിച്ച് ആ സത്യവിശ്വാസത്തിന് വേണ്ടി ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി രേഖകളാക്കുക. കാരണം നാളെ മറ്റൊരു വിഭാഗം വന്ന് വീണ്ടും ഇതുപോലൊരു വിഘടനം വന്നിട്ട് ഇതും കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി എഴുതി വെക്കാനാണ് പറഞ്ഞത്. ഇതിനെയാണ് ഇവർ പറയുന്നത് പാത്രിയർക്കീസ് ഇവിടുത്തെ സ്വത്ത് കൊണ്ടുപോയി. എന്ത് സ്വത്താണ് പാത്രിയർക്കീസ് കൊണ്ടുപോയത്? പക്ഷെ ഇവിടുത്തെ സ്വത്ത് കൊണ്ടുപോയത് ആരാണ്? സ്വത്ത് അപഹരിച്ചത് ആരാണ്? മലങ്കര സഭയെ നശിപ്പിച്ചത് ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മലങ്കര സഭയിൽ വളരെ ക്രമീകൃതമായ ഭരണ സംവിധാനത്തിൽ 3 അധികാര കേന്ദ്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 3 അധികാര കേന്ദ്രങ്ങൾ, അതിൽ 3 ട്രസ്റ്റിമാര് സഭയ്ക്കുണ്ടായിരുന്നു. ഒന്ന് ഒരു മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി, 2 ഒരു വൈദിക ട്രസ്റ്റി, 3 ഒരു അൽമായ ട്രസ്റ്റി. മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി ആയിട്ട് ദീവന്നാസ്യോസ് ഗീവർഗീസ് വട്ടശ്ശേരിലും, വൈദിക ട്രസ്റ്റി ആയിട്ട് കോനാട്ര അച്ഛനും, അൽമായ ട്രസ്റ്റി ആയിട്ട് അക്കരെ കുര്യനും, അങ്ങനെയുള്ള പ്രഗത്ഭന്മാരൊക്കെ ഒരു 3 കേന്ദ്രങ്ങളിലായിട്ടാണ് ദൈവം. അപ്പം അധികാരത്തിന് 3 താക്കോലുകൾ. അപ്പം വളരെ സുതാര്യമായിട്ടും വളരെ ക്രമീകൃതമായിട്ടും അങ്ങേയറ്റം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ്. അതായത് വൈദിക പ്രതിനിധി, മെത്രാപ്പോലിത്തൻ പ്രതിനിധി, അൽമായ പ്രതിനിധി, ഇവർ 3 പേരും കൂടി ഉൾപ്പെട്ട ഒരു ഭരണ സംവിധാനം. അതെങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി ആയിരുന്ന വട്ടശ്ശേരി ഗീവർഗീസ് ദീവന്നാസ്യോസ് വൈദികരുടെയും അൽമായരുടെയും അധികാരം കവർന്നെടുക്കുവാൻ ആഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ മലങ്കര സഭയുടെ അധികാരം മുഴുവൻ മെത്രാച്ചനിൽ നിക്ഷിപ്തമായിരിക്കണം. ഒരു മെത്രാൻ ഭരണം മലങ്കരയിൽ അടിച്ചേൽപ്പിക്കണം. അൽമായ ഭരണം, അൽമായർക്ക് പ്രാമുഖ്യവും അൽമായർക്ക് പ്രാധാന്യവും ഉള്ള ഒരു യഥാർത്ഥ ക്രൈസ്തവ ഭരണ സംവിധാനത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് അത് മെത്രാൻ ഭരണം എന്ന് പറഞ്ഞാൽ ഒരു കത്തോലിക്ക പാറ്റേണിലേക്ക് മലങ്കര സഭയെ കൊണ്ടുപോകണമെന്ന് ഇദ്ദേഹം ആഗ്രഹിച്ചു. പിന്നീട് മലങ്കര സഭയുടെ എത്രയോ സ്വത്തുക്കൾ ഈ വട്ടശ്ശേരി ദീവന്നാസ്യോസിന്റെ കാലത്ത് സ്വാർത്ഥ താല്പര്യത്താൽ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നതിനെ കുറിച്ച് ഒരു ധവളപത്രം പുറപ്പെടുവിക്കുവാൻ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം തയ്യാറുണ്ടോ? അതായത് യാക്കോബായ വിഭാഗം സ്വത്തുക്കൾ തട്ടിയെടുത്തു, യാക്കോബായ വിഭാഗം മലങ്കര സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെയാണ് ആരോപണങ്ങൾ. യാക്കോബായക്കാർ ഭക്തി മൂത്തിട്ട് സത്യം പറയാതെ മൗനമായിട്ടിരിക്കും. ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ, എന്താണ് വട്ടശ്ശേരിയിൽ ദീവന്നാസ്യോസിന്റെ കാലത്ത് സംഭവിച്ചത്? മലങ്കര സഭയുടെ പൊതു സ്വത്തുക്കൾ, സമുദായ വക സ്വത്തുക്കൾ മുഴുവൻ സംരക്ഷിക്കപ്പെട്ടോ? സമുദായ വക സ്വത്തുക്കൾ കൈവിട്ടു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആർക്കാണ് കൊടുത്തത്? അത് വിൽക്കുകയായിരുന്നോ, പണയം വെക്കുകയായിരുന്നോ, ഇഷ്ടദാനം കൊടുക്കുകയായിരുന്നോ? ഇഷ്ടദാനമാണ് കൊടുത്തതെങ്കിൽ ആർക്കാണ് കൊടുത്തത്? അത് എന്തിന്റെ പേരിലാണ് കൊടുത്തത്? മുന്നാധാരങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിവ് സഹിതം ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ അതിന് മറുപടി നൽകാൻ പറ്റുമോ? ധാവളപത്രം പുറപ്പെടുവിക്കാമോ? മലങ്കര സഭയുടെ സമുദായ സ്വത്തുക്കൾ ഏതൊക്കെയായിരുന്നെന്നും അതിന്റെ പട്ടിക വെച്ചിട്ട് ആ സ്വത്തുക്കൾ എന്തുകൊണ്ട് ഇന്നിരിക്കുന്ന ആളുകളുടെ കൈകളിൽ വന്നു എന്നും പറയാൻ പറ്റുമോ? അപ്പൊ ആരാണ് സ്വത്തുക്കൾ മാറ്റിയതെന്നും ആരാണ് സ്വത്തുക്കൾ തട്ടിയെടുത്തതെന്നും സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി ആരാണ് സഭയിൽ കലഹത്തിന്റെ വിത്തുകൾ വിതച്ചതെന്നും പകൽ പോലെ വ്യക്തമാണ്. രേഖകൾ കഥ പറയും.
നമ്മളതാ പറഞ്ഞ് മനസ്സിലായി. പാത്രിക്കീസ് ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടില്ല, പാത്രിക്കീസ് കൊണ്ടുപോകുവാനും അല്ല വന്നത്. മറിച്ച് പാത്രിക്കീസിന്റെ പേരിൽ ബാബായും മെത്രാനുമായെന്നുള്ള ബാബാ പറമ്പ് എന്ന് പറയപ്പെടുന്ന പറമ്പ് പോലും ഇന്ന് വിവാദത്തിലായിരിക്കുമ്പോ ഈ കാര്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ചരിത്രത്തിന്റെ ശവക്കുഴി മാന്തി പരിശോധിക്കലല്ല, മറിച്ച് യാഥാർത്ഥ്യത്തിന്റെ പൊൻവെളിച്ചം ഇന്നത്തെ ആളുകളുടെ ചിന്തകളെ ചൂടുപിടിപ്പിക്കുവാൻ, സത്യത്തിന്റെ വഴിത്താര തെളിഞ്ഞു വരാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്.